സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. ഇന്ന് തെക്കൻ ജില്ലകളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ശക്തമായ കാറ്റിൻ്റെയും മരം ഒടിഞ്ഞു വീണുള്ള അപകടങ്ങളും സംഭവിച്ചിരിക്കുന്നു. കേരളത്തിൽ വ്യാപകമായി കൂറ്റൻ മരങ്ങൾ ഇടിഞ്ഞു വീണ് നിരവധി ഇടങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. തീരദേശത്തും കടലാക്രമണം ശക്തമാണ്. വരും മണിക്കൂറുകളിലും കൂടുതൽ പ്രദേശങ്ങളിൽ വ്യാപകമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണ്. മലയോര മേഖലയിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പോകുന്നത് അപകടകരമാണ് എന്ന അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച് അലർട്ടുകളാണ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ അവധി അറിയിപ്പും വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയി നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. ഇന്ന് മെയ് 29 പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. 14 ജില്ലകളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. നാളെ മെയ് 30 ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് 3 ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ശക്തമായ മഴയുടെയും മഴക്കെടുതികളുടെയും പശ്ചാത്തലത്തിൽ നാളെ 7 ജില്ലകളിലും ഒരു താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. എറണാകുളം, തൃശൂർ, ഇടുക്കി, കോട്ടയം, കാസർഗോഡ്, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലാണ് നാളെ മെയ് 30 ജില്ലാ കളക്ടർമാർ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ കണ്ണൂർ ജില്ലയുടെ അറിയിപ്പിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി പറയുന്നില്ല. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ മെയ് 30 അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വരും മണിക്കൂറിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കുക. മലയോര മേഖലയിലും തീരദേശത്തും അതീവ ജാഗ്രത.